ഫസ്റ്റ് GFC ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ HNS ജനുവരി 20 വീണ്ടും പോയി. അപ്പോൾ അത് ഈ കാണുന്ന ജംഗ്ഷനാണ് തൊട്ടിപ്പാളയം പിരിവ് എന്ന് പറയുന്ന ജംഗ്ഷൻ. കോയമ്പത്തൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് 20A ബസ്സിൽ 21 രൂപ പോയിന്റിലാണ് ഈ സ്ഥലം. എയർപോർട്ടിനടുത്തൂടെയുള്ള റോഡാണ്. തൊട്ടിപ്പാളയം പിരിവിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് HNS എത്താവുന്നതാണ്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് HNS ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൽ രാവിലെ തന്നെ എത്തി അവിടെ രജിസ്റ്റർ ബുക്കുണ്ട്, അതിൽ പേര് രേഖപ്പെടുത്തി, പേരും മൊബൈൽ നമ്പറും രേഖപ്പെടുത്തി 9 മണിയാകുമ്പോഴാണ് അവിടെ അകത്തേക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ നമ്മളെ ക്രമത്തിനനുസരിച്ച് അവിടെ GFC ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജനുവരി 20 ഞാൻ ഫസ്റ്റ് GFC ആണ് ചെയ്തത്. ഇപ്പോൾ 32 ദിവസമായിരുന്നു ഞാൻ കഴിഞ്ഞിട്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 32 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ഫസ്റ്റ് GFC ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പോയത്. ഇപ്പോൾ ഇവിടെ HNS മുകളിലത്തെ നിലയിലാണ് GFC ചെയ്യുന്നതിന് സൗകര്യം. അവിടെ ചെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള GFCയുടെ കൂപ്പൺ, ഈ കാണുന്ന കൂപ്പണാണ്. 3 GFC ഫ്രീ ഉണ്ട്. അതിൽ നമ്മൾ ചെല്ലുന്ന ദിവസം അവർ എൻട്രി ചെയ്യും. ഫസ്റ്റ് GFC ജനുവരി 20 ചെയ്യുന്നതിന് വേണ്ടി തന്നിട്ടുള്ളതായിട്ട് അവർ എൻട്രി ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്നൊരു കിറ്റ് തരും, GFCയുടെ കിറ്റ്. ആ കിറ്റിൽ നമ്മൾ ബ്ലഡ് എടുക്കുന്നതിനുള്ള ഇതൊന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനുള്ള സിറിഞ്ചുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കിറ്റാണ് നമുക്ക് നൽകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അത് ഏതാണ്ട് 1-2 മണിക്കൂറിനടുത്താണ് നമുക്കവിടെ ചിലവായിട്ടുള്ളത്. രാവിലെ 8:30 കഴിഞ്ഞപ്പോൾ അകത്തേക്ക് എൻട്രി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോസസ് എല്ലാം കഴിഞ്ഞ് 10:30 അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു. നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു.